ദാസിപ്പെണ്ണിന്റെ മകളോടാ നിന്റെ ശൃംഗാരം? കോലായിലേക്ക് വരിക. ഭഗവതി, ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക? ഞാൻ പോണു. ഗംഗ പേടിക്കണ്ട. അച്ഛൻ അറിഞ്ഞ നന്നായി. എത്ര കാലം എന്ന് വെച്ചാ ഇത് മറച്ചു വെക്കുക. എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റിയ അവസരം ഇത്. ഇത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? അച്ഛൻ പൊറുക്കണം. കുറെ ദിവസമായി അച്ഛനോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഏത് കാര്യം? ഗംഗയുടെ കാര്യം തന്നെ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും അടുത്തുപോയി. ഓലോത്തെ തമ്പ്രാക്കന്മാർ സുന്ദരികളായ പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുന്ന കാര്യം അത്ര പുത്രിയൊന്നുമല്ല. പക്ഷേ അതൊരു അടുപ്പം മാത്രമാ. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആവശ്യം കഴിഞ്ഞൊരു തീണ്ടാപ്പാടകലെ എന്ന തമ്പുരാക്കന്മാരുടെ ശൈലി എനിക്ക് പറ്റില്ല. ദേവൻ കുഞ്ഞ് ആരോടാ സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ അച്ഛനോട് തന്നെ. ദാസി പെണ്ണാണെങ്കിലും ഇവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നോളാ. ഞാൻ ഈ കേട്ടത് സത്യമാണോ ഊട്ടി? അതെ. നിനക്ക് ഓരോത്തെ കൊച്ചു തമ്പുരാട്ടിയാണോ മലടി? അവളെ തല്ലരുത്. അടിച്ചോളൂ. വാതിൽ തുറക്കാം. പഠിക്കണേ, വാതിൽ തുറക്കാം. ഗംഗ ഒന്നും ചെയ്യരുത്. വാതിൽ തുറക്കാം. അച്ഛാ, അവിടെ ഒന്നും ചെയ്യരുത്. വാതിൽ തുറക്കാം. വെള്ളം കളിച്ചിട്ടും ഗംഗയ്ക്ക് ബോധം തെളിയണില്ല. മരിച്ചു എന്നാ തോന്നണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മരണപ്പെട്ടു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യുക? ചിത ഒരുക്കി അങ്ങോട്ട് ദയിപ്പിക്ക. അത്ര തന്നെ. അവിടുന്ന് പൊറുക്കണം. ഗംഗയുടെ അമ്മയ്ക്ക് കുട്ടിയുടെ മുഖം ഒന്നുകൂടെ കാണണമെന്ന്. വേണ്ട. ശവത്തിന്റെ മുഖം കണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് അങ്ങനെ ചെന്ന് പറയാ. ചെന്ന് പറയണ അവളോട്. ഓ, വേഗം വിറകടിക്ക് തീ കൊടുക്കണോ പഠിക്കണേ. വെള്ളം വെള്ളം വെള്ളം. തമ്പുരാനെ മരിച്ചിട്ടില്ല. വൈദ്യരടുത്തേക്ക് എടുക്കണോ? നാളെ നിൽക്കണ. പഠിക്കണേ, തീ കൊടുക്കണോ?
മേപ്പാടൻ എന്ന മന്ത്രവാദിയുടെ കഠിന മന്ത്രങ്ങളാൽ ചുടലയക്ഷി ബന്ധിക്കപ്പെട്ടു. പക്ഷേ മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാർ അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചാൽ അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഉള്ളിൽ നിറഞ്ഞ ഭയവും വിശ്വാസങ്ങളുമായി കഴിയുകയാണ് മാണിക്യശ്ശേരിയിലെ ഇളം തലമുറക്കാർ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിർത്ത് നിർത്ത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ കുഞ്ഞിക്കാവൂ? അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണ നമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛനെ അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം. എല്ലാം നമുക്കറിയാം, കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ ചുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേറിയ അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളൂടി വരുന്നല്ലേ? ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയുമ്പോ ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ച പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയുമ്പായാലും ശരി, ദേ കാവിൽ അമ്മാന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര, ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോട്ടോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും.